കലയിലൂടെ രാഷ്ട്രീയ ആക്ഷേപഹാസ്യമാക്കാം. പക്ഷെ അത് കൂതറയാവരുത്. ഈ അയ്യപ്പ പാരഡി ഗാനം പോലെ കൂതറയാവരുത്. പാരഡിയെപ്പറ്റി ഇംഗ്ലീഷിലുള്ള നിർവചനം കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. അത് എ പീസ് ഓഫ് റൈറ്റിംഗ്, സ്പീച്ച് ഓർ മ്യൂസിക് ദാറ്റ് കോപ്പീസ് ദ സ്റ്റൈൽ ഓഫ് സംബഡി. അപ്പോൾ പാട്ട് മാത്രമാകണമെന്നില്ല പാരഡി. ഒരു പ്രസംഗമാവാം, മറ്റൊരു പീസ് ഓഫ് റൈറ്റിംഗ്, വേറൊരു എഴുത്താവാം അനുകരിച്ചുകൊണ്ട്. അപ്പോൾ അനുകരിക്കുന്ന ഒരു കലയാണ് പാരഡി. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് വരുന്നത് സിനിമാ പാട്ടുകളുടെ പാരഡിയും ഒക്കെയാണ്. അപ്പം മലയാള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആദ്യ സിനിമാ ഗാനങ്ങളെല്ലാം ഹിന്ദി സിനിമകളിലെ പാട്ടുകളുടെ പാരഡിയായിരുന്നു. സലിൽ ചൗധരിയുടെ ഒക്കെ മ്യൂസിക്കിൽ വന്ന പാട്ടുകൾ നോക്കിയാൽ മതി. ഹിറ്റായ ഹിന്ദി സിനിമയിലെ, ബോളിവുഡ് സിനിമയിലെ പാട്ടുകൾ അതേപടി മലയാളീകരിച്ച് കുറേയൊക്കെ വക്രീകരിച്ച് ആ താളവും ബോധവും നിലനിർത്തിക്കൊണ്ട് പാടിയ ആ പാട്ടുകളാണ് ആദ്യകാല സിനിമാ പാട്ടുകൾ. അതിലൊരു എക്സാമ്പിളാണ് സലീൽ ചൗധരിയുടെ പറഞ്ഞത്. അതുപോലെ വേറെ പലതും ഉണ്ട്, ഒത്തിരി പാട്ടുകളുണ്ട്. അതിനുശേഷമാണ് തനതായ ഒരു മലയാള സംഗീതം പിന്നീട് ദേവരാജൻ മാഷും അർജുനൻ മാഷും അങ്ങനെ ഒക്കെയുള്ള ഒരു വലിയ ഒരു കല, പിന്നെ രാഘവൻ മാഷ്, ഇങ്ങനെ വന്ന് നമുക്കറിയാം. പിന്നെ ഗാനരചയിതാക്കൾ വന്നു, പി ഭാസ്കരൻ, ONV വയലാർ, ഈ പേരുകളൊക്കെ, ശ്രീകുമാരൻ തമ്പി. അപ്പം അങ്ങനെയാണ് തനത് മലയാള പാട്ട് സിനിമാ ഗാന ശാഖ ഉണ്ടാവുന്നത്. അതുവരെയുള്ള പാട്ടുകൾ സൂപ്പർ ഹിറ്റ്, പല പാട്ടുകളും ഹിന്ദി സിനിമയുടെ കോപ്പിയാണ്, പാരഡിയാണ്. അപ്പൊ പാരഡി മോശമാണെന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷെ പാരഡി ചെയ്യുമ്പം അത് കൂതറയാവരുത്. ഈ ശബരിമല അയ്യപ്പ ഗാനം പോലെ, അതിന്റെ പാരഡി പോലെ കൂതറയാവരുത്. ഭക്തിഗാനങ്ങൾ പ്രത്യേകിച്ചും വികാരങ്ങൾ വ്രണപ്പെടാനും വിശ്വാസത്തെ വ്രണപ്പെടുത്താനും പാടില്ല. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ശ്രദ്ധേയമായ വിഷയം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പിന്നെ ഈ വളരെ പോപ്പുലർ, കുറച്ചുകൂടി നിലവാരം കുറഞ്ഞു എന്ന് പറയാമെങ്കിലും ജനകീയമായ പാരഡി പാട്ടുകൾ വന്നത് പിന്നെ VD രാജപ്പനിലൂടെയാണ്. കോട്ടയംകാരനായ VD രാജപ്പനിലൂടെ അദ്ദേഹത്തിന്റെ കഥാപ്രസംഗം, ഹാസ്യ കഥാപ്രസംഗങ്ങൾ, ചെകയുന്ന സുന്ദരി എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ഒട്ടേറെ പിന്നെ കഥകളുണ്ടല്ലോ, അതിലെ പാട്ടുകൾ. അങ്ങനെ സിനിമയുടെ പാരഡിയാണ് VD രാജപ്പൻ പാടി പോപ്പുലറാക്കിയത്. ഇത് നമ്മളത് അറിഞ്ഞിരിക്കുന്നത്, അറിയാൻ നമുക്ക് മലയാളിക്ക്, പക്ഷെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ VD രാജപ്പന് വളരെ പിന്നെ പോപ്പുലറായ ജനകീയമായ ഒരു പാട്ടുണ്ട്, അതായത് സിനിമാ പാട്ടിനെ അനുകരിച്ചുകൊണ്ട്. അതായത് പൂമുഖവാതിലിൽ പുച്ഛിച്ചു നിൽക്കുന്ന പൂതനയാണ് എൻ്റെ ഭാര്യ. യേശുദാസ് പാടിയ മറ്റേ മനോഹരമായ പാട്ടിന്റെ പാരഡിയാണിത്. ഇതിലെ മറ്റൊരു കാര്യം, പാട്ടല്ലാതെ പാരഡിയും അതുപോലുള്ള ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ഇലക്ഷൻ കാലത്ത് അല്ലാതെയും രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊരു നല്ലൊരു എക്സാമ്പിൾ 1992 ആകാശവാണിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന, തിരുവനന്തപുരം ആകാശവാണിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന S. രമേശൻ, അദ്ദേഹം അന്ന് ഒരു റേഡിയോ നാടകോത്സവം ഉണ്ട്. ഇന്നത്തെ പോലെ യൂട്യൂബോ TVയോ ഒന്നും ചാനലുകളൊന്നും ഇല്ലാത്തൊരു കാലത്താണ്. അന്ന് റേഡിയോ നാടകങ്ങൾ വളരെ പോപ്പുലറാണ്. ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് അത് കേട്ടുകൊണ്ടിരിക്കുന്നത്, റേഡിയോ നാടകങ്ങൾ അക്കാലത്ത്. ഈ നാടകോത്സവത്തിൽ S. രമേശൻ എഴുതി, അദ്ദേഹം ആകാശവാണിയിലെ ഉദ്യോഗസ്ഥനായ എഴുത്തുകാരൻ കൂടിയാൽ, അദ്ദേഹം എഴുതിയ പിന്നെ കിട്ടുവമ്മാവനും കിങ്ങിണിക്കുട്ടനും എന്ന് പറയുന്ന ഒരു നാടകം. അത് കരുണാകരനാണ് കിട്ടുമാവനും, കിങ്ങിണിക്കുട്ടൻ മുരളീധരനുമാണ്, K. മുരളീധരൻ മകനുമാണ് എന്നൊരു രാഷ്ട്രീയ ചർച്ചയുണ്ടായിരുന്നു. നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലമാണ്, LDF ഭരിക്കുന്ന കാലമാണ്. മുരളീധരനെ രാഷ്ട്രീയത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരാൻ K. കരുണാകരൻ ശ്രമിക്കുന്ന ഒരു കാലമാണ്. അദ്ദേഹം അന്ന് MP ഒന്നും ആയിട്ടില്ല, സേവതാളിന്റെ ചെയർമാനാക്കി അദ്ദേഹം അങ്ങനെ വന്നൊരു ടൈമിലാണ് ഈ കിങ്ങിണിക്കുട്ടൻ എന്ന പ്രയോഗം വരുന്നത്. അപ്പം രമേശൻ നായർ മനഃപൂർവ്വമാണ് ഈ നാടകം എഴുതിയത്. K. കരുണാകരനെയും K. മുരളീധരനെയും കളിയാക്കാൻ എഴുതിയ നാടകമാണെന്നും പറഞ്ഞിട്ട് അക്കാലത്ത് കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കേന്ദ്രത്തിൽ സ്വാധീനം ചെലുത്തിയിട്ട് ആകാശവാണിയിൽ ഇവിടെ ജോലി ചെയ്തിരുന്ന S. രമേശിനെ നേരെ ആന്തമാനിലേക്ക് നാട് കടത്തി. അത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണ്, അറിയാവില്ല, ഈ നാടകം അവതരിപ്പിച്ചതിന്. ആന്തമാനിലേക്ക് അദ്ദേഹം പോയില്ല, അദ്ദേഹം ജോലി രാജിവെച്ചു, S. രമേശന്റെ ജോലി രാജിവെച്ചു. ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഓർത്തിരിക്കണം. ഈ പോറ്റിയെ കേറ്റി എന്ന് പറയുന്ന ഈ ഒരു ഏറ്റവും വലിയ വിവാദം അതാണല്ലോ. പോറ്റിയെ കേറ്റി, നല്ല പ്രാസപ്രയോഗം നന്നായിട്ടുണ്ട്. അതായത് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്നുള്ള പറയുന്ന സ്വാമി അയ്യപ്പ ആ പാട്ട് ആരുടെ പാട്ടാണത്? ഏറ്റവും ഭക്തിസാന്ദ്രമായ ഒരു അയ്യപ്പ ഗാനമാണ് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക്. പാടിയതാരാണ്? വീരമണി എന്ന അനുഗ്രഹീത പാട്ടുകാരൻ, കലാകാരൻ, ഗായകൻ. എഴുതിയതാരാണ്? ഉളന്തൂർപേട്ട ഷൺമുഖം. അപ്പൊ ഒരു തമിഴ് ഒറിജിനിൽ നിന്ന് വന്നൊരു പാട്ടാണ് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് സ്വാമി അയ്യപ്പോ.
അതിനെ ഇത്ര വികലമാക്കിയിട്ട് പോറ്റിയെ കയറ്റി, സ്വാമിയെ അയ്യപ്പോ പോറ്റിയെ കയറ്റി എന്നാക്കിയതിൽ ഈ വി.ഡി. രാജപ്പൻ ചെയ്തതിനേക്കാൾ വലിയ പാതകമാണ് ഈ പാട്ട് എഴുതുകയും ഇത് ചിട്ടപ്പെടുത്തുകയും ചെയ്ത ഇതിനെ പേരുള്ള ഒരു സംഘം ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് അയ്യപ്പനെ, ശാസ്താവിനെ, ശബരിമല അയ്യപ്പനെ അവഹേളിക്കുന്ന പാരഡി, നിലവാരം കുറഞ്ഞ പാരഡി ഗാനം തന്നെയാണ്. ഇനി ഇതിനെതിരെ പോലീസ് കേസെടുത്തു. അതടുത്ത വിവാദം. പോലീസ് കേസെടുത്തപ്പം ആ പിണറായി സർക്കാരിന്റെ പോലീസ് ഇതാ കേസെടുത്തു. ഇതിനകത്ത് CPIM-നും ഗവൺമെന്റിനും ഇതിനകത്ത് പങ്കുണ്ട്. കേസെടുത്തതിനെതിരെ ഈ പാട്ട് എഴുതിയവർക്കും പാട്ട് ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചവർക്കെതിരെ കേസെടുക്കുന്നു. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റമല്ലേ, ആനയല്ലേ, ജേനയല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഈ പറയുന്ന സദാചാരം പാലിക്കുന്ന സംസ്കൃതചിത്തരായ, സംസ്കാര സമ്പന്നരായ, നീതിയും തുല്യ ന്യായവും പറയുന്ന ഈ സമൂഹത്തോട്, കുലപുരുഷ സമൂഹത്തോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ പാട്ടിൽ, കൂതറ പാട്ടിൽ ഒരു വിഷമവും തോന്നില്ലെങ്കിൽ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയുടെ സ്ഥാനം കൂടെ വഹിക്കുന്ന അദ്ദേഹത്തിന്റെ പോലീസ് കേസെടുത്തെങ്കിൽ അത് CPM-കാരെങ്കിലും പറഞ്ഞിട്ടാണോ കേസെടുത്തത്? ആരാ പരാതി കൊടുത്തത് റാന്നിയിലെ, പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ തിരുവാഭരണപാത സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് കേസ് കൊടുത്തിരിക്കുന്നത്, പോലീസിൽ പരാതി കൊടുത്തത്. ഈ തിരുവാഭരണപാത സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല CPM-കാരനാണോ? അങ്ങനെ സ്ഥാപിക്കാൻ വല്ല വകുപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മനോരമാദി മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഇപ്പം എഴുന്നള്ളിക്കുമായിരുന്നല്ലോ. എവിടെയെങ്കിലും ഒരു പാർട്ടി ബ്രാഞ്ച് മെമ്പറിന്റെ അമ്മാവന്റെയോ അല്ലെങ്കിൽ അമ്മായിയപ്പന്റെയോ പിന്നെ ആ പെങ്ങളുടെ കുഞ്ഞമ്മയുടെ കൊച്ചുമോന്റെ മകന്റെ മകനോ ഒക്കെ ആയിരുന്നെങ്കിലേ ഇപ്പൊ എഴുന്നള്ളിക്കുമായിരുന്നല്ലോ. ഈ പരാതി കൊടുത്ത ആളിന് CPIM ബന്ധമുണ്ടെന്ന് അപ്പോഴേ മാതൃഭൂമി, മനോരമ അടിച്ചു വിടുവായിരുന്നല്ലോ, ഏഷ്യാനെറ്റും വിടുവായിരുന്നല്ലോ. ഇല്ലല്ലോ, പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോ കാനനപാത, അതായത് തിരുവാഭരണപാത എന്ന് പറഞ്ഞൊരു പാതയുണ്ട്. പന്തളം അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണം എടുത്തു കഴിഞ്ഞാൽ അത് ചുമന്നുകൊണ്ട് പോകുന്ന ഒരു കാനന പാതയുണ്ട്, പരമ്പരാഗത പാത. അതിനെയാണ് തിരുവാഭരണ പാത എന്ന് പറയുന്നത്. അതിനൊരു സംരക്ഷണ സമിതിയുണ്ട്. അതിന്റെ ഭാരവാഹിയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഒരു പോലീസിൽ ഒരു പരാതി കൊടുത്താൽ ഈ പരാതി അടിസ്ഥാനമില്ലാതെ പറഞ്ഞ് തള്ളിക്കളയാൻ പോലീസിന് പറ്റുക? നിവരുമായിട്ട് അതിനകത്തൊരു FIR ഇടണം, ആ പരാതി ഫയലിൽ സ്വീകരിക്കണം. അതിന്റെ പേരിൽ ഇത് വലിയ കോലാഹലമാക്കി പിണറായി വിജയൻ സർക്കാർ പറഞ്ഞിട്ട് കേസെടുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞതിനെ ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ടല്ലോ, ഒട്ടും ആരോഗ്യകരമല്ല. പിന്നെ സ്വർണം പൂശിയത് ആരാണ്? ശബരിമല ശ്രീകോവില് അയ്യപ്പന്റെ വിഗ്രഹം ഒഴിച്ച് സന്നിധാനത്തെ ബാക്കി മുഴുവൻ സ്വർണം പൂശിയ, അല്ല സ്വർണ്ണപ്പാളി വെച്ചു എന്ന് പറയുന്ന ആരാണ്? വിജയമല്യ. UB ഗ്രൂപ്പിന്റെ ചെയർമാനായ വ്യവസായിയായ വിജയമല്യ. ഈ സ്വർണം പൂശിയതാണോ സ്വർണ്ണപ്പാളി വെച്ചതാണോ എന്ന് ഒരു രേഖയില്ലല്ലോ. ദേവസ്വം ബോർഡിന് രേഖയില്ല, ഹൈക്കോടതിയിൽ രേഖയില്ല, ദേവസ്വം ബെഞ്ച് കഴിഞ്ഞ ദിവസം വിഷയം കേട്ട് രേഖയില്ല. അപ്പൊ വിജയമല്യ പൂശിയത് സ്വർണമാണോ, ശരിക്കുള്ള സ്വർണ്ണമാണോ, അതോ സ്വർണ്ണപ്പാളിയാണോ വെച്ചത്? ഒരു റെക്കോർഡും ഇല്ല. അതേപ്പറ്റി ഹൈക്കോടതി എന്താ പറയാനുള്ളത്? അതേപ്പറ്റി ദേവസ്വം ബോർഡിന് എന്താ പറയാനുള്ളത്? അന്നത്തെ ദേവസ്വം ബോർഡ് ഭരിച്ചവർക്ക് ഉത്തരവാദിത്വമില്ലേ? ഈ കേസിൽ 6 പ്രതികളിൽ 2 CPIM നേതാക്കളേ ഉള്ളൂ, A. പത്മകുമാറും N. വാസുവും. ബാക്കി കേസിലെ 4 പ്രതികൾ ആരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, ഇപ്പൊ കഴിഞ്ഞ അറസ്റ്റിലായ S. ശ്രീകുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റർ. പിന്നെ തന്ത്രി കുടുംബത്തെ ചോദ്യം ചെയ്യേണ്ട ഈ കേസിൽ ഇപ്പൊ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഈ അന്വേഷണത്തിൽ തന്ത്രിമാരെ കൂടി പ്രതിയാക്കപ്പെടണ്ടേ? ഈ പഴയ കുടിമരം പൊളിച്ചപ്പോൾ അതിന്റെ തലപ്പത്തിരുന്ന, മുകളിലിരുന്ന വാജിവാഹനം, കുതിര രൂപത്തിലുള്ള വാജിവാഹനം എവിടെ പോയി? അതെങ്ങനെയാണ് തന്ത്രി കുടുംബത്തിന്റെ വീട്ടിലെത്തിയത്? എങ്ങനെയാണ്? ഇതിൽ മുരാരി ബാബുവിനും പോറ്റിയെ കയറ്റിയവർക്കും ആരാണ്? തന്ത്രി കുടുംബം. പോറ്റിയെ കയറ്റിയ താഴമൺ തന്ത്രി കുടുംബത്തിനെയൊക്കെ പ്രതിപട്ടികയിൽ ചേർത്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് കൃത്യമായ അന്വേഷണം നീതിപൂർവമായിട്ട് ഇതിനകത്ത് മുന്നോട്ട് പോകണം. ഇപ്പൊ ഇന്നലെ അറസ്റ്റിലായ S. ശ്രീകുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല, അത് ഒരു കഥയിറങ്ങി സോഷ്യൽ മീഡിയയിൽ ചില വാർത്തകള്. ദേവസ്വം മന്ത്രിയായ ഉമ്മൻചാണ്ടി സർക്കാരിൽ ദേവസ്വം മന്ത്രിയായിരുന്ന VS ശിവകുമാറിന്റെ സഹോദരനാണ് VS ജയകുമാർ എന്ന് പറഞ്ഞൊരു കഥയിറങ്ങി. ഒരു തെറ്റിദ്ധാരണ വന്നു. പക്ഷെ അങ്ങനെയല്ല. S. ശ്രീകുമാർ വേറെ ആളാണ്. VS ശിവകുമാറിന്റെ സഹോദരനായ VS ജയകുമാർ അല്ല. VS ജയകുമാർ ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായാണ്. അന്ന് ശിവകുമാർ മന്ത്രിയായിട്ടിരിക്കുന്ന UDF ഉമ്മൻചാണ്ടി സർക്കാരിലെ.
വേറെ അഴിമതിയിൽ വിജിലൻസ് കേസിൽ അഴിമതി കേസ് നേരിടുന്ന ആളാണ് VS ശിവകുമാറിന്റെ സഹോദരനായ VS ജയകുമാർ. അതായത് ശബരിമലയിൽ പാത്രങ്ങൾ പുതിയത് വാങ്ങാനുള്ള അഴിമതി കേസിൽ 1,87,00,000 രൂപയുടെ അഴിമതിയാണ് VS ശിവകുമാർ എന്ന അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ സഹോദരൻ VS ജയകുമാർ ചെയ്തിരിക്കുന്നത്. പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറയുന്ന സിനിമ ഓർത്താൽ മതി. ആദ്യം അതിന്റെ പേര് ശ്രീനിവാസൻ സത്യനന്ദിക്കാട് ടീമിന്റെ സിനിമയുടെ ആദ്യ പേര് പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്നായിരുന്നു. അപ്പൊ തട്ടാൻ സമുദായം, സ്വർണ്ണപ്പണിക്കാര്, ഗോൾഡ് സ്മിത്ത് സമൂഹം, അത് ജാതി പേരാണ്, ഞങ്ങളെ അത് ആക്ഷേപിക്കുന്നു പറഞ്ഞപ്പോഴാണ് അതിന്റെ പേര് പൊന്മുട്ടയിടുന്ന താറാവ് എന്നാക്കിയത്. അതിലെന്താണ് 10 പവന്റെ മുക്കുപണ്ടം, ചെമ്പ്, സ്വർണം വേണ്ടത്ര ഇല്ലാതെ ചെമ്പിൽ തയ്യാറാക്കിയ മുക്കുപണ്ടം ശ്രീനിവാസന്റെ കഥാപാത്രമായ ഭാസ്കരൻ തട്ടാൻ ആർക്ക് കൊടുക്കുന്നു? അദ്ദേഹം പ്രേമിച്ച അയൽവക്കത്തെ പെണ്ണിന് സ്നേഹലത ഉർവശിയുടെ കഥാപാത്രത്തിന് കൊടുക്കുന്നു. അവസാനം 10 പവന്റെ സ്വർണം കൈ കിട്ടിയല്ലോ. അപ്പൊ പിന്നെ തന്തയും മോളും കാലുമാറി. ആര്? കൃഷ്ണകുട്ടി നായരുടെ തന്തയും ഉർവശി എന്ന് പറയുന്ന മകളും സ്നേഹലതയും കാലുമാറി തട്ടാൻ ഭാസ്കരനെ ചതിച്ചു. എന്നിട്ടൊരു ഗൾഫുകാരന്റെ ജയറാമിന്റെ കഥാപാത്രത്തെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അവസാനം അയാള് ബിസിനസ് കാര്യത്തിന് ഇതുകൊണ്ട് പണയം വെക്കാൻ നോക്കുമ്പോൾ അത് മുക്കുവണ്ടാണ്. അപ്പൊ കള്ളക്കഥയെല്ലാം പുറത്തു വന്നല്ലോ. ഇതാണ് ശബരിമലയിൽ വിജയമല്യ പൂശിയ സ്വർണത്തിന്റെ കഥയും എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം, അല്ലെ തീരത്തില്ല കഥ ഈ വിഷയം. അതായത് ഇനി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ചെയ്യേണ്ടത് വിജയമല്യ ഈ 91-92 കാലത്ത് ശബരിമല ശ്രീകോവിലിൽ പൂശിയത് യഥാർത്ഥ സ്വർണമാണോ, അതിന് ഗുണനിലവാരം ഉണ്ടായിരുന്നോ, അത് രേഖയിൽപ്പെടാതെ പോയത് എന്തുകൊണ്ട്? ഹൈക്കോടതി പോലും പുകഴ്ത്തി പറഞ്ഞൊരു കാര്യമാണ് വിജയമല്യയുടെ കേസ്, സ്വർണം പൂശിയത്. അതെന്തുകൊണ്ട് ഹൈക്കോടതിയുടെ രേഖയിലില്ല? എന്തുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ രേഖയിലില്ല? അതുകൊണ്ട് ഈ അന്വേഷണം തീരണമെങ്കിൽ വിജയമല്യ പൂശിയത് സ്വർണമാണോ അതോ ചെമ്പാണോ എന്നുകൂടി, അല്ലെ ഗുണനിലവാരം കുറഞ്ഞ സ്വർണമാണോ എന്നുകൂടി അറിയേണ്ട ബാധ്യത അയ്യപ്പ വിശ്വാസികൾക്കുണ്ട്, ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അത് കോടതിക്കും അതിന് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. അന്വേഷിക്കുന്ന SIT പ്രത്യേക അന്വേഷണ സംഘത്തിനും അതിന് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് മുക്കുപണ്ടം കച്ചവടമാണ് ശബരിമലയിൽ നടന്നതെങ്കിൽ അത് പുറത്തു വരണം. അല്ല, സ്വർണം അടിച്ചു മാറ്റിയെങ്കിൽ അത് പുറത്തു വരണം. അടിച്ചു മാറ്റിയവരൊക്കെ ശിക്ഷ അനുഭവിക്കണം. ഇതിനകത്ത് ലെഫ്റ്റ് റൈറ്റ് വോയിസിന് യാതൊരു സംശയമില്ലാത്തില്ല. വിച്ച് ഹണ്ടിങ്ങിന് CPM-നെയോ ഇടതുപക്ഷത്തെയോ പിണറായി സർക്കാരിനെയോ രാഷ്ട്രീയ ഗളച്ഛേദം ചെയ്യാനുള്ള ഒരു അജണ്ടയായിട്ട് ഇതിനെ സെറ്റ് ചെയ്യാതെ നീതിപൂർവമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം. അതിന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് മേൽനോട്ടം വഹിച്ചിട്ട് ഇനിയും മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.